ഷപ്ന ടെലിഫോൺ ലൈനിലുണ്ട്, സൂമിലാണ്. ഷപ്ന കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. എവിടെയാ പഹൽഗാമിന് അടുത്താണോ ഉള്ളത്? അതെ, അതിന്റെ അടുത്തൊരു ഒരു 4 കിലോമീറ്റർ അത്രയില്ല, അതിലും കുറവാണ് ഞങ്ങളുടെ ക്യാമ്പ് ഇരിക്കുന്നത്. ഷപ്ന നമ്മൾ ഈ ഷപ്ന വണ്ടിയിൽ യാത്രയാണല്ലേ? അതെ അതെ, അല്ല, വണ്ടിയിൽ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് നടക്കാൻ മടിച്ചിട്ട് ഇതിൽ കയറിയെന്ന് മാത്രം. അത്രേ ഞാൻ മനസ്സിലാക്കുന്ന അവിടുത്തെ CRPF ഉദ്യോഗസ്ഥ കൂടിയാണ് ഷപ്ന, അല്ലേ? അല്ല അല്ല, എന്റെ അങ്കിളാണ്. ശരി ശരി ശരി. അവിടെ എന്താ സാഹചര്യം, എന്താ ഷപ്ന? നോർമലാണ്. ടൂറിസ്റ്റുകളൊക്കെ ഓൾമോസ്റ്റ് ഇവിടുത്തെ പോയിട്ടുണ്ട്. പേടികൊണ്ടായിരിക്കാം. ഇവിടുത്തെ നാട്ടുകാർക്ക് ഇത് എന്താ പറയാ, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നുണ്ട്. ഇവരെ ലൈഫിൽ ഇത് എന്താ പറയുക, ഒരു യൂഷ്വലായിട്ട് നടക്കുന്ന ഒരു കാര്യമായിട്ട് അവർ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇപ്പൊ ഷപ്ന യാത്ര ചെയ്യുന്ന സ്ഥലത്തിന്റെ പേരെന്താണ്? ഈ ഇൻസിഡന്റ് നടന്നതിന്റെ ഒരു 600-700 മീറ്റർ ഇപ്പുറമാണ്. പഹൽഗാം തന്നെയാണല്ലേ? അതെ അതെ അതെ. ഇവിടെ എന്താ സാധാരണ ഈ ഒരുപാട് വാഹനങ്ങളൊക്കെ കാണാം, ടൂറിസ്റ്റുകളൊക്കെ വന്ന വാഹനമാണോ അതൊക്കെ, അതോ ഫോഴ്സിന്റേതാണ്? ഫോഴ്സ് ഉണ്ട്, കാറുകളും ഒക്കെ ധാരാളം കാണുന്നുണ്ട് ആ യാത്രയിൽ. അത് എന്താണ്, വന്ന ടൂറിസ്റ്റുകള് വേറെ വണ്ടികളിൽ ട്രാവലറിലൊക്കെ ആയിട്ട് ഇന്നലെ ഒത്തിരി മടങ്ങി പോയിട്ടുണ്ട്, ഇന്നും പോയിട്ടുണ്ട്. രണ്ട് ചെറിയ റോഡാണുള്ളത്. അതിൽ ഒന്ന് ലോക്കൽ ആയിട്ടുള്ളതും ഒന്ന് കോമൺ ആയിട്ടുള്ളതാണ്. അതിൽ ഒരെണ്ണം സെക്യൂരിറ്റി റീസണിന്റെ ഭാഗമായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. പലരുടെയും വെഹിക്കിൾ ഇവിടെ കിടപ്പുണ്ട്. അവര് പോയത് എനിക്ക് തോന്നുന്നു ട്രാവലറിലും മറ്റുമൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. ഈ അടുത്ത ദിവസങ്ങളായി ഒരുപാട് ടൂറിസ്റ്റുകളുടെ ഒരു വരവ് ഉണ്ടായിരുന്നു അങ്ങോട്ടല്ലേ? തീർച്ചയായിട്ടും ഇത്തവണ സീസണ് അല്പം ബിഫോർ ആണ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു പീക്ക് സീസൺ എന്ന് വേണമെങ്കിൽ പറയാം. പലതും നമുക്ക് ഇവിടെ വരുന്ന ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഈ പഹൽഗാം പോലുള്ള വേറെ കുറെ സ്ഥലങ്ങളുണ്ട്. അപ്പൊ അവിടെയൊക്കെ ഈ റോപ്പ് വേയും മറ്റുമൊക്കെ ആയിട്ടുള്ളതൊക്കെ ടിക്കറ്റ് ഒക്കെ ബ്ലോക്ക്ഡ് ആണ് അടുത്ത 1-1.5 മാസത്തിന്. ഗണ്ടോള എന്ന് പറയും. അവിടെ എവിടെയും കിട്ടാനില്ല. പക്ഷെ ഇനിയിപ്പോ അവരൊക്കെ യാത്ര റദ്ദാക്കി പലരും മടങ്ങുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇവിടെ മാത്രമേ അങ്ങനത്തെ ഒരു സാഹചര്യം ഉള്ളൂ. സ്വാഭാവികമായിട്ടും പേടി ഉണ്ടാവുമല്ലോ ഒരു ഇൻസിഡന്റ് ഉണ്ടാവുമ്പോ. പക്ഷെ ഇവിടുത്തെ ജനതയ്ക്ക് അവര് വർഷങ്ങളായിട്ട് അവര് ജനിച്ചു വളർന്ന കാലം തൊട്ട് കാണുന്നതാണത്. അങ്ങനെ ഒരു ഞാനൊരു 2015 തൊട്ടിട്ട് ഞാനെല്ലാം ഒരു 3-4 മന്തിൽ ഇവിടെ വന്ന് നിൽക്കാറുണ്ട്. സഹോദരന്റെ കൂടെ അല്ലേ? അല്ല, അങ്കിളാണ്. പുള്ളിക്ക് ഓപ്പറേഷന്റെ ചാർജ് ഉള്ളതുകൊണ്ടാണ് ആന്റി-നക്സൽ സ്ക്വാഡിന്. അങ്കിൾ ഇപ്പം എവിടെയാ, ഡ്യൂട്ടിയിലാണോ? അതെ അതെ, ഇന്നലെ പോയതാ. അദ്ദേഹത്തെ സംസാരിച്ചിരുന്നോ ഷപ്ന? സംസാരിച്ചിരുന്നു രാവിലെ. അവര് ഹയർ ഓഫീഷ്യൽസ് ഒക്കെ വന്നിട്ടുണ്ട്, മിനിസ്റ്റർ ഒക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ തിരക്കിലാണ്. ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്, പക്ഷെ നമുക്ക് അങ്ങോട്ടേക്ക് ഒഫീഷ്യലി ഉള്ള കോൺഫറൻസും മറ്റും നടക്കുന്നതല്ലേ. അങ്കിളും കുടുംബവും എല്ലാം അവിടെ സെറ്റിൽഡാണോ? അതെ അതെ, വൈഫും ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. അത് ശരി. ശരി. ഈ നാട്ടിൽ എവിടെയാണ് ഷപ്ന? കോഴിക്കോടാണ്. അപ്പൊ ഈ പ്രദേശം 2015 മുതലെങ്കിലും ഷപ്നയ്ക്ക് പരിചയമുള്ള സ്ഥലമാണ്? തീർച്ചയായിട്ടും. ഞാൻ ബൈ റോഡാണ് ഞാൻ ബൈ റോഡാണ് വന്നിട്ടുള്ളത്. കാരണം എന്റെ കൂടെ എപ്പോഴും പെറ്റ് ഉണ്ടാവും, ഡോഗോ ക്യാറ്റോ ഉണ്ടാവും. അപ്പൊ അത് കാരണം ഏറെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ ബൈ റോഡ് കാറിനാണ് വന്നിട്ടുള്ളത് നാട്ടിൽ നിന്ന്. അതെ അതെ അതെ. അത് ശരി. അപ്പോൾ സ്ഥിരമായി ട്രാവൽ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ 10 വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടായിരിക്കും അല്ലേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് ഇവിടെ? ഇപ്പൊ എനിക്ക് തോന്നുന്നു 1.5-2 വർഷം മുൻപ് ഇതേപോലെ അറ്റാക്ക് ഉണ്ടായിട്ടില്ല. ഇവിടെ ഒരു XMLA വീട്ടിൽ നിന്ന് ആൾക്കാർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ വെപ്പൺസ് ഒക്കെ എടുത്തുകൊണ്ട് പോയ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. പിന്നെ ചില കാര്യങ്ങൾ പുറത്ത് റിവീൽ ചെയ്യാൻ ഡിപ്പാർട്ട്മെന്റ് തയ്യാറാവില്ലല്ലോ. അത് അവരുടേതായ പേഴ്സണലി ഉള്ള സീക്രട്ട് അല്ലേ, ഒഫീഷ്യൽ സീക്രട്ട് അല്ല, അവരത് പുറത്ത് പറയത്തില്ലല്ലോ. എനിക്ക് തോന്നുന്നു എന്റെ ഒരു ഓർമ്മയിൽ ഇതിന്റെ മുൻപ് ഉണ്ടായിട്ടുള്ളത് ശ്രീനഗറിന് കുറച്ചകലെയുള്ള ഇതേപോലത്തെ ഒരു ക്യാമ്പിലാണ്. രാത്രി ഉറങ്ങുന്ന സമയത്താണ് ഒരു അറ്റാക്ക് ഉണ്ടായത്. പക്ഷെ അതന്ന് 2 പേരെ പിടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ജവാന്മാരൊക്കെ മരണപ്പെട്ടു പോയിരുന്നു. ഇപ്പോഴല്ല, കുറച്ച് വർഷങ്ങൾ മുന്നേ. അടുത്ത കാലത്തൊന്നും ടൂറിസ്റ്റുകൾക്ക് നേരെയൊന്നും ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇതിപ്പോ എന്താ അവിടുത്തെ ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത് എന്താണ്? കരുതക്കൂട്ടി ആസൂത്രണം ചെയ്ത ഒരു സംഗതി എന്ന് തന്നെയാണ് അല്ലെ? പർപ്പസ്ഫുള്ളി ഉണ്ടായ കാര്യം തന്നെയാണ് പറയുന്നത്. ഏറ്റവും വിഷമകരം എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ
ഇവിടുത്തെ ജനതയെ ചേർത്ത് പിടിക്കാനാണ് ഓരോ ഫോഴ്സും നോക്കുക. ഞാൻ തന്നെ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. കാരണം ഫോഴ്സിന് മാത്രമായിട്ട് വെച്ചിരിക്കുന്ന ഡോക്ടേഴ്സിനെയും ഹോസ്പിറ്റൽ ഫെസിലിറ്റിയും ഈ ലോക്കൽസിനെ ഇവര് ക്യാമ്പിലേക്ക് എൻ്റർ ചെയ്ത് കണ്ട് മെഡിസിനും കാര്യങ്ങളും കൊടുത്ത് ഡോക്ടർ സൗജന്യമായിട്ട് ട്രീറ്റ് ചെയ്യണമൊക്കെ കാണുമ്പോൾ ഞാൻ ചോദിക്കും, എങ്ങനെ ഇവരെ വിശ്വസിച്ചുകൊണ്ട് എന്തിനാ ഉള്ളിൽ കയറ്റുന്നതെന്ന് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു, ഇവിടുത്തെ ജനങ്ങളെ കുറെ കൂടി നമ്മളോട് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, അതിന് കുറെ മാറ്റങ്ങൾ ഉണ്ടെന്നും പറഞ്ഞു. പക്ഷെ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഒരു വസ്തുത എന്ന് പറയുന്നത് ഇവരെ കൂട്ടത്തിൽ തന്നെ ഇതേപോലത്തെ ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. നമുക്കത് എന്താണ്, അത് പലർക്കും അറിയുന്ന ഒരു സത്യമാണ്. ഫോഴ്സിലിരിക്കുന്ന പലർക്കും അറിയുന്ന ഏതെങ്കിലും ഒരു വീട്ടില് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരാളുണ്ടാവും. ഒരു ഫോട്ടോസ് എനിക്ക് പുറത്തു വിടാനുള്ള ബുദ്ധിമുട്ടും ഉണ്ടായി. ഇവിടുത്തെ ശരിക്കും ഓഫീസേഴ്സിന്റെ ഒക്കെ റൂമിൽ ഒരു ചുമരിൽ നിറയെ ഫോട്ടോസ് ഉണ്ടാവും. ആ ഫോട്ടോകൾ വരുന്ന മുഴുവനും 16, 18, 20, ഒരു 25 വയസ്സിന് താഴെയുള്ള പയ്യന്മാരാണ് ഇത് വരുന്നത്. ഇത് കുറെ ദിവസങ്ങൾ കഴിയുമ്പോൾ കാണാം ആ ഫോട്ടോന്റെ മുകളിൽ ചുവന്ന മാർക്കിട്ട് വെച്ചിട്ടുണ്ടാവും. ഇവരാണ് ഇതില് കൂടുതലായിട്ട് ഇൻവോൾവ് ആയിട്ട് ഇരിക്കുന്നത്. ഇവിടുത്തെ ലോക്കൽസിന്റെ സപ്പോർട്ട് കിട്ടുന്നതുകൊണ്ടാണ് എന്താ പറയാ ഇത് നടക്കുന്നത്. അല്ലാതെ കാറ്റുന്നോ മലയെന്നോ ഒന്നും കയറി വന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ വരുന്നൊന്നുമല്ല. അത് ഈ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഫോഴ്സിൽ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാവുന്ന ഒരു സത്യമാണ്. അതായത് സമാധാനം, കൂടുതൽ ജനങ്ങളും ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. പക്ഷെ ഇത്തരത്തിൽ കുറച്ച് ആളുകൾ ഉണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും ഇവിടെ എല്ലാ വീടുകളിലും ഒരു ഇത്രയും കാലത്തിനിടയ്ക്ക് മനസ്സിലാക്കിയൊരു, നമ്മളെ നാട്ടിലൊക്കെ ഒരാൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ കുടുംബത്തിന്റെ ഒരു അത്താണിയാണ് നഷ്ടപ്പെടുന്നത്. പക്ഷെ ഇവിടെ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഇന്ന് കുടിലായിട്ടിരിക്കുന്ന വീട് നാളെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് കാണുന്നത്. അവർക്ക് അതൊരു എന്താ പറയുക, ഒരു നഷ്ടമോ അല്ലെങ്കിൽ ഒരു വിഷയമായിട്ടോ ഒന്നും ഇവർക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ എത്ര നമ്മൾ സ്നേഹിച്ച് ചേർത്ത് പിടിക്കാൻ നോക്കിക്കഴിഞ്ഞാലും ഇവരുടെ ഉള്ളില് ഇവർ വേറൊരു ഇത് എന്നുള്ള എന്താണ് ജാതിയോ മതമോ അല്ലെങ്കിൽ വേറൊരു നാഷണൽ എന്നുള്ള ആ ഒരു ചിന്ത ഇവരുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. അല്ല, ഉള്ളിലേക്ക് അത് കയറ്റി വിടാനും ഉള്ള ശക്തികൾ ഉണ്ടെന്നേ, പുറത്ത് അവരുടെ ഒരു സ്വാധീനവും കാണും. തീർച്ചയായിട്ടും ഇവിടെ ഒരു 100 വീടുണ്ടെങ്കിൽ ആ 100 വീട്ടിൽ ഒരു പകുതി വീട്ടിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നേരിട്ടും അല്ലാതെ ബന്ധപ്പെട്ട ആൾക്കാരുണ്ട് എന്നുള്ളതാണ് വസ്തുത. നമ്മുടെ നാട്ടിലാണെങ്കിൽ അങ്ങനെ നടക്കുമോ? അതെ, ഇവിടെ അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചുകൊണ്ട് പോകാൻ പറ്റുന്നത്. ഒരു പക്ഷെ ഈ ചെയ്തവന് നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ കാടോ മല കയറി പോയി എന്ന് പറയാം. പക്ഷെ ഇവിടെ അങ്ങനെ പറയാൻ പറ്റൂല. ഇവിടെ ഏതെങ്കിലും ബന്ധമുള്ള ഇവരായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള അവരെ ഫാമിലി തന്നെ ഉണ്ടാവും, അല്ലെ റിലേറ്റീവ്സ് ഉണ്ടാവും. നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂല ഇങ്ങനെയാണ് ഇവര് വന്നത് പോയത്. ചിലപ്പോ നമ്മുടെ കൂട്ടത്തിൽ തന്നെ നിൽക്കുന്നുണ്ടാവും. നമ്മുടെ സേന അവരെ പിടിക്കും, സംശയമില്ല. അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും കുറച്ച് ദിവസങ്ങൾ മുന്നേ, ഒരു 3-4 മാസം മുന്നേ ഇവിടെ വന്ന സമയത്ത് മെയിൻ ഗേറ്റിൽ സെൻട്രി പാറാവ് നിൽക്കും. കുറച്ച് പേരുണ്ടാവും വലിയ ക്യാമ്പൊക്കെ ആവുമ്പോ. അപ്പൊ അതിലൊരു ഒരു SIയുടെ വെപ്പണ് ബൈക്കിൽ വന്ന കൊച്ചു പയ്യൻ പിടിച്ചു വലിക്കാൻ നോക്കി. അങ്ങോട്ടും ഇങ്ങോട്ടും ഫയറിംഗ് ഉണ്ടായി. അയാൾ പ്രാണരക്ഷാർത്ഥം വെടിവെച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഇന്നും അതിന്റെ പേരിൽ അയാൾ കിടന്ന് ബുദ്ധിമുട്ടാണ്. സത്യത്തിൽ എന്താ ചെയ്യുകയാണെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടത് വെപ്പൺസ് പിടിച്ചു മേടിക്കാൻ നോക്കിയതാണ്. അങ്ങനെ പൊതുവെ ഇത്തരം സംഭവങ്ങൾ അവിടെ ഉണ്ടാകാറുണ്ട്. സമാധാനം എല്ലാവരും ആഗ്രഹിക്കുന്നു, വലിയൊരു വിഭാഗം ജനങ്ങളും അതിനായി ശ്രമിക്കുന്നു. പക്ഷെ അതിനിടയിലും ചില ആളുകൾ, ഷപ്ന പറയുന്നതനുസരിച്ച് വളരെ വ്യക്തമായി തന്നെ അവിടുത്തെ അനുഭവം കൊണ്ട് ഷപ്ന സുലൈമാൻ പറഞ്ഞു വെച്ചത് അത് തന്നെയാണ്. കാരണം ആ ഇടയിലുള്ള 1, 2, 3 ആളുകൾ, അല്ലെ ഒരു കുടുംബത്തിൽ ഈ പറഞ്ഞതുപോലെ പെട്ട കുടുംബത്തിൽ ചില ആളുകളെങ്കിലും അത്തരത്തിൽ. ഇപ്പൊ എവിടെ എത്തി ഷപ്ന? ആ പ്രദേശത്തോട് തന്നെ വണ്ടി ഓടിക്കുകയാണല്ലേ? അതെ. ആ എക്സാക്ട് ലൊക്കേഷനിൽ ഒരു 200 മീറ്റർ ഇപ്പുറം അതിലൂടെ പോകാൻ വഴിയുള്ളൂ. കാരണം ഈ സ്ഥലം കഴിഞ്ഞിട്ട് അതിന്റെ മുന്നിലൂടെയാണ് ക്യാമ്പിന്ന് അതിന്റെ മുന്നിലൂടെയാണ് ശ്രീനഗറിന് പോകാൻ വഴിയുള്ളൂ. വേറെ വഴികളില്ല. ഇവിടെ കണ്ടില്ലേ, ഇവിടെ നോർമലി ഇവിടുത്തെ ആൾക്കാർക്ക് ഇതൊരു നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സാധാരണ ജീവിതം തന്നെയാണ്. അല്ലാതെ പുറത്തൊന്നും ഷോപ്പ് ക്ലോസോ കാര്യങ്ങളോ ഒന്നുമല്ല. ഈ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ് കൂടുതലും അല്ലേ? ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഹാർവെസ്റ്റിങ്ങിന്റെ ടൈം എന്ന് പറയുന്നത് ഒരു ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ആ സമയത്താണ് നമ്മുടെ ആപ്പിള്, വാൽനട്ട്, ബദാം, ഇതിന്റെ ഒക്കെ സഫ്രോൺ, കുങ്കുമത്തിന്റെ ഒക്കെ ഒരു ഹാർവെസ്റ്റിങ്ങിന്റെ ടൈം വരുന്നത്. ഇവരെ പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു സമയത്ത് തന്നെയാണ് അമർനാഥ് തീർത്ഥാടനം. അമർനാഥിലേക്ക് എൻട്രി ചെയ്യാനുള്ള രണ്ട് വഴികളേ ഉള്ളൂ. ഒന്ന് ഈ പെഹൽഗാം വഴിയും
ഒന്ന് സോനാമാർഗ് വഴിയുള്ള രണ്ടെണ്ണാണുള്ളത്. അത് നമുക്ക് നടന്നിട്ട് പോവാം, കുതിരപ്പുറത്ത് പോവാം, ഷോപ്പർ സർവീസ് ഉണ്ട്, എങ്ങനെ വേണമെങ്കിലും പോവാം. ഇന്നലെ ആരോ പറയുന്നത് കേട്ടു ഇങ്ങോട്ടേക്ക് കുതിരപ്പുറത്തല്ലാതെ വരാൻ പറ്റില്ല എന്നുള്ള. അങ്ങനെയൊന്നുമില്ല, നമ്മുടെ വെഹിക്കിൾ എൻ്റർ ചെയ്യുന്ന വഴികൾ തന്നെയാണ്. ചില വഴികൾ കുറച്ച് കൺജസ്റ്റഡ് ആണെന്ന് മാത്രം. ശരി, പോയ സ്ഥലം എന്ന് പറയുന്നത് ഒരു ഗ്രാസ് ലാൻഡ് ആണ്, ടൂറിസ്റ്റ് സ്പോട്ടാണ്. നമ്മൾ ഊട്ടിയിലൊക്കെ പോകുന്ന പോലത്തെ ഒരു സ്ഥലമാണ്. നിങ്ങളിപ്പോ കാണുന്നുണ്ടാവും, ഇതൊക്കെ തന്നെ ഇവിടെ ഉള്ളൂ. അതാണ് ആ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി തന്നെ കാണാം. പഹൽഗാമിൽ നിന്ന് തത്സമയം ദൃശ്യങ്ങൾ കാണുകയാണ്. ഷബ്ന സുലൈമാനാണ് അവിടെ നിന്ന് ചേരുന്നത്. ഷബ്ന, പ്രദേശത്തിന് 200 മീറ്റർ, ഈ സംഭവം നടന്ന സ്ഥലത്തിന് 200 മീറ്റർ മാത്രം. മനോഹരമായ സ്ഥലം കൂടിയാണ്, അതുകൊണ്ടാണ് വിനോദസഞ്ചാരികൾ ഒരുപാടായി അങ്ങോട്ടേക്ക് എത്തുന്നത്, അല്ലേ ഷബ്ന? തീർച്ചയായിട്ടും വേറെ ആക്ടിവിറ്റികളൊന്നുമില്ല. ഇതിന്റെ ലാൻഡ്സ്കേപ്പ് ആണ് ഇതിന്റെ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത്. ഇതിനോട് ചേർന്ന് നിങ്ങൾ കാണുന്നുണ്ടാവും, ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ജസ്റ്റ് അരുവിയാണ് ഒരു ഒഴുകുന്നത്. അതിപ്പോ ഇനി മഞ്ഞ് ഉരുകി തുടങ്ങിയത് കൊണ്ട് ഇതിന്റെ ഫ്ലോ ഇനി ദിവസം കഴിയുന്തോറും കൂടും. ഇവിടെ നോർമലി ഇൻസിഡന്റ് ഉണ്ടായ ഏരിയ ആയതുകൊണ്ടാണ്, നിങ്ങൾ കാണുന്നുണ്ടാവും, ഇൻസിഡന്റ് ഉണ്ടായ ഏരിയ ആയതുകൊണ്ട് ഇവിടുന്ന് സെക്യൂരിറ്റി റീസണിന്റെ ഭാഗമായിട്ട് വെഹിക്കിളും കാര്യങ്ങളൊക്കെ ഒഴിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. വളരെ വ്യക്തമായി തന്നെ ഷബ്ന അവിടെ നൽകുന്ന ദൃശ്യങ്ങളാണ് അത്. വളരെ മനോഹരമായ ഒരു പ്രദേശം, നല്ല റോഡുകൾ, സമാധാനപൂർണ്ണമായി ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. അവിടെയാണ് കുറച്ച് ആളുകളുടെ മാത്രം പ്രവർത്തികൾ കൊണ്ട് സമാധാനത്തിന് ഭംഗം വരികയും ടൂറിസമൊക്കെ വളരെ ഡെവലപ്ഡായി വരുന്ന ഒരു പ്രദേശം കൂടിയായിരുന്നു. എല്ലാവരും ഈ കശ്മീരിൽ, ജമ്മുവിൽ വരുന്ന ആളുകളൊക്കെ പഹൽഗാമിലെത്താതെ മടങ്ങില്ല. കാരണം അത്രത്തോളം സ്വച്ഛസുന്ദരമായ ശാന്തമായ സ്ഥലം, ഇന്ന് മനോഹരമായ സ്ഥലമെന്ന് വിചാരിച്ചു വെച്ചിരുന്ന ഒരു പ്രദേശം കൂടിയായിരുന്നു പഹൽഗാം എന്നത്. വളരെ പ്രധാനപ്പെട്ട മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന ഒരു ഡെസ്റ്റിനേഷൻ കൂടിയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണത്? നല്ല കാലാവസ്ഥ അങ്ങനെയുള്ള പ്രദേശമാണ്? എങ്ങനെയാണ് അവിടുത്തെ കാലാവസ്ഥയാണ്. ഒരു 2 ഡേയ്സ് മുൻപ് മഴയായിരുന്നു, അതിന്റെ ഭാഗമായിട്ടാണ് ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടായത്. ഇപ്പൊ ഇന്നൊക്കെ നോർമലാണ്, തണുപ്പുണ്ട്, എന്നാ വെയിലുണ്ട്. തണുപ്പുണ്ട്. തണുപ്പ്, വലിയ തണുപ്പ് ഒക്കെ ഉണ്ടാകുന്ന സ്ഥലമാണല്ലേ? വലിയ തണുപ്പുണ്ടാകുന്ന സമയം കൊണ്ടും ഉണ്ട്. അത് വലിയ തണുപ്പ് കൂടുന്ന സമയം എന്ന് പറയുന്നത് നമ്മൾ അമർനാഥ് തീർത്ഥാടനം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അത് ഈ വെതറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അത് ജൂൺ ജൂലൈ മാസങ്ങളിലായിരിക്കും, ജൂൺ ജൂലൈയിലൊക്കെ ആയിരിക്കും. അതെ. ചില സമയത്ത് 50 ദിവസം, 55 ദിവസം, 60 ദിവസം ഒക്കെ ഉണ്ടാവും. ചില സമയത്ത് ഒരു മാസം പോലും ഉണ്ടാവാറില്ല. ആ സമയത്ത് നല്ല തണുപ്പാണ്, നല്ല ബുദ്ധിമുട്ടായിരിക്കും നിൽക്കാനും വേണ്ടിയിട്ട്. സെറ്ററോ വാംക്ലോത്ത് ഒന്നും ഇല്ലാതെ നമുക്ക് നിൽക്കാൻ പറ്റില്ല ഇവിടെ. ഇപ്പൊ നടക്കുന്ന പോലെ നടക്കാൻ പറ്റില്ല. ഇപ്പോഴാണ് ശരിക്കും നല്ലൊരു കാലാവസ്ഥ, നമുക്ക് ഇറങ്ങി നടക്കാം. വേറെ ക്ലോത്തോ കാര്യങ്ങളോ ഒന്നും, തണുപ്പിനുള്ളതൊന്നും പ്രതിരോധിക്കുന്നൊന്നും വേണമെന്നില്ല. നമുക്ക് സഹിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. എത്ര ദിവസം ഉണ്ട് അവിടെ ഷബ്ന? ഞാൻ 3-ാം തീയതി വരെ ഞാൻ ഇവിടെ ഉണ്ടാവും. 3-ാം തീയതി വരെ ഉണ്ട്. ഇപ്പൊ ഈ കൂടുതലായിട്ടുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരെയൊക്കെ കാണുന്നുണ്ടോ റോഡിലൊക്കെ? വെഹിക്കിൾ പോകുന്ന കണ്ടില്ലേ, CM-ന്റെതാ. പ്രൊട്ടക്ഷന് പോകുന്നതാ. അവിടെ അമിത്ഷാ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടെന്നാണ് മനസ്സിലായത്. അതിന്റെ മുന്നെയാണ് റോഡൊക്കെ ക്ലിയർ ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും നിയന്ത്രണങ്ങളുണ്ടോ? വാഹനങ്ങൾക്ക് നിയന്ത്രണം ഉണ്ടോ? നിയന്ത്രണം ഉണ്ട്. ഔട്ട് സൈഡിൽ നിന്നുള്ളതൊക്കെ അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. ഈ ലോക്കലായിട്ട് അത്രയും അത്യാവശ്യമുള്ള ആൾക്കാരെ മാത്രമേ വിടുന്നുള്ളൂ. അത് ഇവര് VIP ഇത് പോകുന്നത് കൊണ്ടുള്ള, കോൺവോയ് പോകുന്നതുകൊണ്ടുള്ള ഇതുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. റോഡ് കാണുന്നുണ്ടാവുമല്ലോ ഒഴുകി കിടക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ, തത്സമയ ദൃശ്യങ്ങളാണ് പഹൽഗാമിൽ നിന്നാണ് ഷബ്ന നൽകിക്കൊണ്ടിരിക്കുന്നത്. 200 മീറ്റർ, ഈ സംഭവം നടന്ന 200 മീറ്റർ മാത്രം അകലെയാണ് ഷബ്ന മാഡം ഉള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് നമുക്ക് വളരെ കൃത്യമായി തന്നെ വിഷൻ ന്യൂസ് 18 കൂടിയായിരിക്കും പ്രേക്ഷകർ ഈ പ്രദേശത്തിൻ്റെ കാഴ്ചകൾ കാണുന്നത്. എത്ര മനോഹരമായ ഒരു പ്രദേശമാണ് എന്ന് ആലോചിക്കണം. എത്രയോ ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് വിനോദസഞ്ചാരികൾ വന്ന് സൗന്ദര്യം ആസ്വദിച്ച് മടങ്ങുന്ന ഒരു പ്രദേശമാണ് ഇത് എന്നതുകൂടി അതിനോട് ചേർത്ത് വെക്കണം. ഇവിടെയാണ് വളരെ പെട്ടെന്ന് ഇത്തരമൊരു സംഭവം ഉണ്ടാവുകയും അത് 28 പേരുടെ ജീവൻ എടുക്കുകയും ചെയ്തത്. ഈ 6 ഭീകരർ, ഇത് ഈ മലമ്പ്രദേശം, ഈ ഭീകരർക്കൊക്കെ വേണമെങ്കിൽ ഒളിച്ചിരിക്കാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങളുള്ള ഒരു പ്രദേശം കൂടിയാണിതല്ലേ? അതെ. നിറയെ പൈൻ ഫോറസ്റ്റ്, പിന്നെ ആപ്പിളിന്റെ തോട്ടങ്ങളൊക്കെയാണ്. പക്ഷെ നമുക്കത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഒളിച്ചിരിക്കാനുള്ള ഒരു കുറെ സ്ഥലങ്ങൾ ഉണ്ടെങ്കിലും നമ്മളെ ഫോഴ്സ് ഒക്കെ ഒരുപാട് മുന്നോട്ട് പോയി. അവർ വിചാരിച്ചു കഴിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പിടിച്ചെടുക്കാനൊന്നും, കണ്ടെത്താനൊന്നും ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. അതാണ്, 6 പേരാണ് ഈ ആക്രമണത്തിൽ പങ്കെടുത്തത്. അതിലൊരാളുടെ ചിത്രം. ഏറ്റവും വിഷമകരമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത്,
ആ ഇവിടുത്തെ ഈ നാട്ടുകാര് ഈ ഒരു സീസണിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നതാ. എല്ലാവരും എന്താ പറയാ വലിയ കാശുകാരൊന്നുമല്ല. ഈ ഒരു 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇവിടെ മഞ്ഞുവീഴ്ച തുടങ്ങി കഴിഞ്ഞാല് ഒരു ഫിനാൻഷ്യലി കുറച്ച് ഉള്ളവരാണെങ്കിൽ നേരെ ജമ്മുവിലേക്ക് മാറ്റും. അറിയാലോ, ആ ഇന്ത്യയിലെ വേറെ ഒരു സ്റ്റേറ്റിലും ഇല്ലാത്ത വിധം 2 ഹൈക്കോടതി. ആ കേൾക്കാമോ മാഡം? ഈ ഒരു സീസൺ കഴിഞ്ഞ് കണ്ട് സ്നോഫാൾ തുടങ്ങി കഴിഞ്ഞു. കേൾക്കുന്നുണ്ടോ? ആ പറഞ്ഞോളൂ ഈ പറഞ്ഞോളൂ. ഒരു സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്നോഫാൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇവിടുത്തെ അത്യാവശ്യം കാശുള്ളവരൊക്കെ ജമ്മുവിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഈ പാവം പിടിച്ച കുറെ പേര് മാത്രമാണ് ഇപ്പൊ ഈ പറയുന്ന പഹൽഗാം പോലുള്ള സ്ഥലത്ത് ഒരു ഇച്ചിരി ഈ മലയുടെ മുകളിലൊക്കെ എന്താണ് ബക്കർവാൾ എന്ന് പറയുന്നതും ഗുജ്ജർ എന്ന് പറയുന്നതും 2 എന്താണ് ട്രൈബൽ കമ്മ്യൂണിറ്റി എന്ന് തന്നെ പറയാം. അവര് ഇതിന്റെ മുകളിൽ നിന്നുള്ള എന്താണ് വിഭവങ്ങളും മറ്റും ശേഖരിച്ചിട്ടും കാലി മേച്ചിട്ടും ഒക്കെയാണ് ജീവിക്കുന്നത്. പിന്നെ അവർക്കൊരു വരുമാന മാർഗം എന്ന് പറയുന്നത് ഈ ടൂറിസം ടൈമില് ഈ കുതിരസവാരിയും മറ്റുമായിട്ട് കിട്ടുന്ന ഈ ഒരു കുഞ്ഞു വരുമാനത്തിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവർ അടുത്ത ഒരു 6 മാസം ഇവർ മുന്നോട്ട് പോകുന്നത്. ആ ഒരു സമാധാനവും ആ പാവങ്ങളുടെ വരുമാനവുമാണ് ഇല്ലാത്ത വിധമാക്കിയത്. അതെ, ഈ കുതിരകൾ മാത്രം അല്ലെങ്കിൽ കാൽനടയെ മാത്രം എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ താഴ്വര എന്നാണ് മനസ്സിലാക്കുന്നത്. നോ, അത് തെറ്റാണ്. നമുക്ക് വണ്ടി ഇതിന്റെ തൊട്ട് താഴെ വരെ നിങ്ങൾ കാണുന്നില്ലേ? ഈ കാണുന്നതിന്റെ ലെഫ്റ്റ് സൈഡിലാണ് ഈ താഴ്വാരം എന്ന് പറയുന്നത്. അപ്പൊ ഈ കുതിരകളെ എന്തുകൊണ്ടാണ് മാഡം കൂടുതലായി ഡിപ്പെൻഡ് ചെയ്യുന്നത്? കുതിരകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹില്ലി ഏരിയ കാണുന്നുണ്ടല്ലോ, ഹില്ല്, അവിടേക്ക് പോവാനേ ഉള്ളൊരു റൈഡ്, അതാണ് ഇവിടുത്തെ ഒരു എന്താണ് ഒരു പ്രധാനമായിട്ട് ഉള്ള ഒരു എന്താണ് ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് അതാണ്. ഈ ഗ്രാസ് ലാൻഡ് മൊട്ടക്കുന്നാണ്, നല്ല പുൽമേട് പോലത്തെ. നമ്മുടെ ഊട്ടിയിലൊക്കെ കുതിരസവാരിയുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, ഷൂട്ടിംഗ് പോയിന്റ് ഒക്കെ, അതുപോലത്തെ സ്ഥലമാണ്. അപ്പൊ അതിങ്ങനെ സ്ലോപ്പ് പോലെ കയറി പോകാൻ ഒരു സ്ഥലത്തുള്ളത് കൊണ്ട് നമുക്ക് നടന്നും കയറാവുന്നേ ഉള്ളൂ. ഇതാണ് ഇവരുടെ ഒരു വരുമാന മാർഗം. അവരെ കൊണ്ടുപോയി ട്രഡീഷണൽ ഡ്രസ്സ് നമുക്ക് തരും, അതിന് പേയ്മെന്റ് ഉണ്ട്, എന്നിട്ട് ഫോട്ടോ എടുക്കും. ഇത്രയേ ഉള്ളൂ. ഇതാണ് മെയിൻ ആയിട്ട്. ഇതിനെ ഡിപ്പെൻഡ് ചെയ്താണ്, ഇതിന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അടുത്തൊരു 6 മാസം ഇവര് കഴിഞ്ഞു പോകുന്നത്. സമാധാനവും അവരുടെ പാവങ്ങളുടെ വരുമാനമാണ് ഇല്ലാതാക്കിയത്. അതെ അതെ, ഒരുപാട്. കാരണം മലയാളികളൊക്കെ ഒത്തിരി പേര് അങ്ങോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ സംസാരിച്ച ഒരുപാട് മലയാളികളുണ്ട്. അവിടെ എത്തിയവരും വളരെ വേഗം തിരിച്ച് വരണമെന്ന് വിചാരിക്കുന്നവരും ഒക്കെ അവർ ദിവസങ്ങളോളം അവിടെ ചിലവഴിക്കാനൊക്കെ പ്ലാൻ ചെയ്ത് വന്നവരാണ്. ഒരു കാര്യം പറയാം, ഈ ഒരു ഇൻസിഡന്റിനെ പുറത്ത് പേടിച്ച് ഭയന്ന് പോകേണ്ട കാര്യമൊന്നുമില്ല. എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മളെ നാട്ടിലൊക്കെ ചെയ്യുന്ന ഇതിനേക്കാളും കൂടുതൽ ഇവിടുന്ന് BSF ഉണ്ട്, CRPF ഉണ്ട്, എപ്പോഴും നമുക്ക് സപ്പോർട്ടീവ് ആയിട്ടുണ്ട്. വേറൊരു സ്ഥലത്ത് യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതാണ് ഷബ്ന മാഡമാണ് അവിടെ നിന്ന് ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത്. ഷബ്ന സുലൈമാൻ മാഡം. ഇവിടെ ഈ കാണുന്ന ഇതാണ്. കാണുന്നുണ്ടോ? ക്ലിയർ ആവുന്നു? കാണുന്നുണ്ട്, വ്യക്തമായി കാണുന്നുണ്ട്. ഒരു 1 സെക്കൻഡ്. ഇവിടെയാണ് എന്താണ് ഇതിന് റൈഡിന് നമ്മൾ പോകുന്നത്. കുതിരകളെ ഹോഴ്സിനായിട്ടൊക്കെ നമ്മൾ റൈഡിന് പോകുന്ന സ്ഥലങ്ങളിൽ ഇതേപോലുള്ള 2-3 സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത്. കാണുന്നുണ്ടാവുമല്ലോ, മറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് മൊട്ടക്കുന്നുകൾ കാണാം. അതെ, ഇവിടെ ഈ ഒരു സ്ഥലത്ത് ഒരു കുതിരകളെ കൊണ്ടുപോയി ഈ ഒരു കുഞ്ഞു കാശിന് വേണ്ടിയിട്ടാണ് ഇവര് ജീവിക്കുന്നത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സീസൺ സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഈ ടൂറിസ്റ്റുകൾ വരുന്നതായിട്ടുള്ളൂ. ഇവര് അടുത്ത വരുമാന മാർഗം എന്ന് പറയുന്നത് ഇവരെ വിളവെടുപ്പ് കാലാണ്, ഈ കുങ്കുമപ്പൂവും മറ്റുമൊക്കെ. അത് ഇനി ഒരു 2-3 മാസങ്ങൾ എടുക്കും. കൃഷിയും കാര്യമായിട്ടുള്ള സ്ഥലമാണ് തോന്നുന്നു. കൃഷിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പോകുന്നത്. ഏറ്റവും കൂടുതൽ ആപ്പിളും ബദാമും വാൽനട്ടും ആണ് ഉള്ളത്. പിന്നെ കാലിമേക്കില് പിന്നെ കൃഷി സ്ഥലങ്ങൾ നിങ്ങൾ താഴ്വാരത്തിൽ കാണുന്ന യെല്ലോ കളറിൽ കാണുന്നതൊക്കെ ഗോതമ്പാണ്. ഏതാണ്ട് ആ പ്രദേശത്തിന്റെ ഒരു ഭൂമിശാസ്ത്രം നമുക്ക് പ്രേക്ഷകർക്ക് വ്യക്തമായി മാഡത്തിന്റെ ക്യാമറയിലൂടെ. അത് വളരെ വ്യക്തമാണ്. ഇനി ഈ പറഞ്ഞതുപോലെ ഈ പ്രദേശത്താണ് ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. നമുക്ക് വളരെ മനോഹരം, നമ്മളൊക്കെ എപ്പോഴും ഒരു ദിവസം തവണയെങ്കിലും കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്നുള്ളത് വളരെ ദുഃഖകരവും വളരെ വേദനാജനകവുമാണ്. ഈ അധികം ആളുകളെ കാണുന്നില്ല. പലരെയും ഒരുപക്ഷെ ഇവരുടെയൊക്കെ നിയന്ത്രണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മാറ്റിയതാകാം അല്ലേ? അല്ല, ഇവിടുത്തെ ലോക്കൽ ആയിട്ടുള്ള ഒരു ഉച്ച സമയമാകുമ്പോഴേ ഇവിടുത്തെ ഷോപ്പുകള് കാര്യങ്ങളൊക്കെ ഒന്ന് ആക്റ്റീവ് ആവുള്ളൂ. നോർമലി ഇങ്ങനെ തന്നെയാണ് ഇവിടെ. ഇങ്ങനെയാണ്. ഒരു വലിയ ഒരുപാട് ആളുകളുള്ള ഒരു സ്ഥലമാണോ? ജനസംഖ്യയൊക്കെ വളരെ കുറവുള്ള പ്രദേശമാണോ? എന്താ അടുത്തൊരു വളരെ ജനസംഖ്യ വളരെ കുറഞ്ഞ സ്ഥലങ്ങളാണ്. വീടുകളും മറ്റും വളരെ വളരെ കുറവാണ്. നോർമലി ഇവിടെ ഒരു ജൂണൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ നല്ല തണുപ്പാണ്.
ഇവിടെ നിന്ന് നോർമൽ നമുക്കൊക്കെ നിന്ന് പോകാൻ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതാണ്. തീർത്ഥാടനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഒരു വരുമാനവും ഇപ്പോഴത്തെ ഈ സീസണിൽ കിട്ടുന്ന വരുമാനമാണ് ഇവർക്കുള്ളത്. അതാണ് സാഹചര്യം. ഏതായാലും ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പഹൽഗാമിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ മേഖലയിലൂടെ ഷബ്ന മാഡം യാത്ര ചെയ്യുകയാണ്. കാറിലിരുന്ന് പകർത്തുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ് കാണുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ മാസം അടുത്ത മാസം 3-ാം തീയതി വരെ ഷബ്ന മാഡം അവിടെ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത വളരെ പെട്ടെന്ന് മനസ്സിലാക്കാം. മൊട്ടക്കുന്നുകൾ, പാറക്കൂട്ടങ്ങൾ ഒക്കെ കാണാം. വീടുകൾ കുറവാണ്, ഒരുപാട് കുറവാണ് വീടുകൾ. കൃഷിസ്ഥലങ്ങളാണ് കൂടുതൽ. മൊട്ടക്കുന്നുകളുണ്ട്. അവിടെ വിനോദസഞ്ചാരത്തിനും മറ്റുമായി നിരവധി ആളുകൾ. ഹോട്ടലുകളൊക്കെ ഉണ്ടോ ഈ പ്രദേശത്ത്? ഒരു എന്താണ് പ്രീമിയം കാറ്റഗറിയില്ല. പ്രീമിയം കാറ്റഗറിയിൽ വിടാവുന്നത് 1-2 ഉള്ളൂ. ബാക്കിയൊക്കെ നോർമൽ കുഞ്ഞു കുഞ്ഞു ലോഡ്ജുകളാണ്. ഈ ഒരു സമയത്ത് മാത്രം ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള. അധികം ആൾക്കാരും വന്നിട്ട് ചിലവര് മാത്രം, നോർത്ത് ഇന്ത്യൻസ് മാത്രമാണ് ഇവിടെ ഹാൾട്ട് ചെയ്ത് പോകാറുള്ളത്. അല്ലാത്തവരൊക്കെ അധികം തിരിച്ച് ശ്രീനഗറിന് പോകും. അവിടുന്ന് രാവിലെ വന്ന് വൈകിട്ട് മടങ്ങാവുന്ന ഒരു ദൂരമേ ഉള്ളൂ ഇത്. ഇതിന്റെ വരുന്ന വഴിക്ക് നിറയെ ആപ്പിൾ തോട്ടങ്ങളാണ്. അതാണ് ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു സ്ഥലത്ത്, ഈ ലാൻഡ്സ്കേപ്പ് കൂടാതെ. പക്ഷെ അത് ഈ സമയത്തല്ല. ഒരു ഓഗസ്റ്റ് സമയത്താണ് ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ സമയത്താണ് ആപ്പിളിന്റെ ഒക്കെ വിളവെടുപ്പ് കാലം. ഇത് പഴുത്ത് പാകാവുന്ന ഒരു സമയം. ആ സമയത്ത് കാണാൻ കുറച്ചുകൂടി ഭംഗി കൂടുതലാണ്. അതാണ് സാധു ജനങ്ങളാണ്. കാലിമേക്കലും, പ്രധാനമായിട്ട് കാലിമേക്കലും ഈ കൃഷിയും പിന്നെ ഇത് കിട്ടുന്ന എന്താ പറയാ ഈ ടൂറിസം സമയത്ത് കിട്ടുന്ന വരുമാന മാർഗങ്ങളുമാണ്. അല്ലാതെ വലിയ നമ്മുടെ നാട്ടിലെ പോലെ, നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ ഓപ്ഷൻ ഉണ്ട് ഫുഡിനും താമസത്തിനും ഒക്കെ. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഒരു നോർമൽ ട്രഡീഷണൽ കാര്യങ്ങള്, അത്ര ഒരു പോഷായിട്ടുള്ള ഒരു ഏരിയ കാര്യങ്ങളോ ഒന്നും അല്ല. വിഷമം തോന്നുന്നത് ഒരു വർഷത്തിന്റെ അവരുടെ കാത്തിരിപ്പാണ് ഒരൊറ്റ ദിവസം കൊണ്ട് ചിലവരുടെ ഇതുകൊണ്ട് ഇല്ലാതായി പോയത്. തീർച്ചയായും നന്ദി ശ്രീമതി ഷബ്ന, ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചിലവഴിച്ചതിന്. ഇനിയും ന്യൂസ് 18 പ്രേക്ഷകർക്കായി എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിലപ്പെട്ട വിവരങ്ങളാണ് പങ്കുവച്ചത്. അതിൻ്റെ ഒരു വിഷമം കൂടി ശ്രീമതി ഷബ്ന പങ്കുവെക്കുകയായിരുന്നു. കാരണം വർഷങ്ങളായി അവിടെ ചിലവഴിച്ചിട്ടുള്ള ഒരു ആൾ കൂടിയാണ് ശ്രീമതി ഷബ്ന എന്നുള്ളതാണ്. നമുക്ക് വളരെ പെട്ടെന്ന് ഈ വാർത്തകളിലേക്ക് തന്നെ തിരിച്ചു വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം. खुदाया कहाँ पे आपका बेटा, कहाँ पे है?